എത്തിയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ചാർലി തോമസിനെ പിടിച്ചതിന് ശേഷം ഇയാളെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ്. പോലീസ് സംഘത്തിനൊപ്പം വലിയൊരു മാധ്യമ പട നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഈ ഘട്ടത്തിൽ ചാർലി തോമസിനെ പിടിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ആശ്വാസമുണ്ടാക്കുന്ന വാർത്തയാണെങ്കിൽ പോലും സ്വാഭാവികമായും ഉയർന്നു വരുന്ന നിരവധി ചോദ്യങ്ങൾ, വരുന്ന മണിക്കൂറുകളിൽ ഉയരാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് തീർച്ചയായും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും സംസ്ഥാന പോലീസും മറുപടി നൽകേണ്ടി വരും. കാരണം ഇത്രത്തോളം വലിയ സുരക്ഷാ ക്രമീകരണമുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ എങ്ങനെയാണ് ഇത്തരം ഒരു ക്രിമിനലിനെ ചാടാൻ കഴിഞ്ഞത് എന്നത് സംബന്ധിച്ചുള്ള വളരെ നിർണായക ലോകത്തുള്ള എല്ലാവർക്കും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിലിൽ ചാടിയിട്ടുള്ള സൗമ്യ കൊലക്കേസിലെ പ്രതിയുടെ പേര് ഗോവിന്ദച്ചാമി എന്നുള്ളതാണ്. ഈ വിസർജനം ടി.വിക്ക് മാത്രം അത് ചാർലി തോമസ് എന്നുള്ളതാണ്. ഇനി ഗോവിന്ദച്ചാമിക്ക് റിയലായിട്ട് അങ്ങനെ ഒരു പേരുണ്ടോ, അല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയുടെ മതം എന്താണ്, രാഷ്ട്രീയം എന്താണെന്നൊന്നും ഇന്നേവരെ ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഗോവിന്ദച്ചാമി എന്ന് പറയുന്നത് ഒരു കൊടും കുറ്റവാളിയായിട്ടുള്ള ഒരാൾ, സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ വളരെ മൃഗീയമായിട്ട് കൊന്നിട്ടുള്ള ഒരു കൊടും കുറ്റവാളി എന്നതിൻ്റെ അപ്പുറത്ത് ഗോവിന്ദച്ചാമി ഹിന്ദു ആണോന്നോ ക്രിസ്ത്യാനിയാണോന്നോ മുസ്ലിം ആണോന്നൊന്നും ആരും ചിന്തിക്കുകയോ ചർച്ച ചെയ്യുക പോലും ചെയ്യാത്ത ഈ സാഹചര്യത്തിൽ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരു വ്യക്തി, അത് നമ്മുടെ ഹിന്ദുമതത്തിന് ബുദ്ധിമുട്ടാകും എന്ന് കണക്കാക്കിയിട്ട് ഗോവിന്ദച്ചാമി എന്നുള്ള പേര് മാറ്റി ചാർലി തോമസ് എന്നുള്ള പേര് കണ്ടുപിടിക്കുക, അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ത് തന്നെയാണെങ്കിലും ചാർലി തോമസ് എന്നുള്ളൊരു പേര് സ്റ്റാമ്പ് ചെയ്ത് അയാൾ ഹിന്ദു അല്ല ക്രിസ്ത്യാനിയാണ്, ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആൾ ഒരിക്കലും ഹിന്ദു അല്ല അയാൾ ക്രിസ്ത്യാനിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വിസർജനം ടി.വിക്ക് മാത്രമുള്ള ഈ ശുഷ്കാന്തി കാണുന്ന സമയത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. എനിക്ക് ആകെ സഹതാപം തോന്നുന്നത് ഈ വിസർജനം ടി.വിയൊക്കെ തീറ്റിപ്പോറ്റുന്ന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ആ പാർട്ടിയാണ് ഇനി ഞങ്ങളെ രക്ഷിക്കാൻ പോണത് എന്ന് വിശ്വസിക്കുന്ന കുറേ ക്രിസ്ത്യാനികൾ ഈ നാട്ടിലുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ കുറേ ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ആ ക്രിസ്ത്യാനികളോടൊക്കെ ഈ ന്യൂസ് കാണുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ സഹതാപം തോന്നുന്നുണ്ട് കേട്ടോ.